ഇതാ അങ്ങനെ നമ്മളുടെ വണ്ടിയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതാ അച്ചു നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ സബ്ബിൻ്റെ വയറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ബാക്കിൽ പ്രിയൻ അവിടുത്തെ സബ്ബുകൾ ചെക്ക് ചെയ്യുവാണ്. ഇനി നമ്മൾ ഈ ഒരു വണ്ടി ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു പുണർത്തത്തിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഇടുവാണ്. അവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഈ ഒരു വണ്ടിക്ക് ചെറിയ 1-2 പെയിൻറ്റിൻ്റെ ടച്ചപ്പ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ലൈറ്റ് വർക്കിന് കൊണ്ടുപോകണം. പിന്നെ ഇതിനകത്ത് ഈ സബ്ബുകളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് കിടിലമാക്കണം. അപ്പോൾ ഇത്തരം പരിപാടികളാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് നിലവിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാ പ്രിയൻ ആദ്യമായിട്ട് നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിനടിയിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു സബ്ബും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുവാണ്. ഇങ്ങനെ ബാക്കിലത്തെ സീറ്റിനടിയിൽ നമ്മൾ 4 JBL സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇടി കയറും. അത് ബാക്കിലത്തെ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററി അറിയാവുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതാ ഈ ഒരു കുറ്റിയും നമ്മളത് അതിനകത്ത് കയറ്റാനായിട്ട് പോവുകയാണ്. പിന്നെ അതാ ഇവിടെ 2 കുറ്റി ഓൾറെഡി അവർ വെച്ചിട്ട് അവിടെ ടൈയൊക്കെ ഇട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെ ഇനി 2 കൂടി നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കയറ്റുന്നുണ്ട്. അങ്ങനെ ടോട്ടലി മൊത്തത്തിൽ 4 സബ്ബാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും ബാക്ക് സീറ്റിൻ്റെ അടിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതാ ഇവിടെ നമ്മുടെ ഒരു പെയിൻറ്റിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം വർക്കുകൾ ഈ ഒരു സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. സൈഡിലും ബാക്കിലും ഫ്രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് അത്യാവശ്യം വർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് അടിച്ച് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് വിടുവാണ്. ഇനി ഒരു വണ്ടിക്കകത്ത് യാതൊരു നെഗറ്റീവും ഇല്ലാത്ത ഒരു രീതിയിൽ നീറ്റാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ വർക്കുകളെല്ലാം കൂടി ഇപ്പോൾ ഒരുമിച്ച് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ബാക്ക് സീറ്റിൻ്റെ അടിയിലെ സബ്ബുകളുടെ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സാധനങ്ങളെല്ലാം കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലെത്താൻ ഒരു പഞ്ച് ബോക്സ് ഉണ്ടല്ലോ, ആ പഞ്ച് ബോക്സിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ഓറയാണ്. അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറൊരു തീപ്പന്ത് ഐറ്റം കയറ്റണം. പിന്നെ ഇവിടെ ഓൾറെഡി ക്യാബിനിൽ ബാക്കിയുള്ള ആമ്പുകളും എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള വർക്കുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഖിലും സന്ദീപും കൂടി അവിടെ നിന്ന് സാധനങ്ങളെല്ലാം ഇളക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പുതിയ സാധനങ്ങൾ അത്യാവശ്യം കയറുന്നുണ്ട് കേട്ടോ. പിന്നെ അത് വണ്ടിയുടെ ഫോണ്ടും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഒരു വണ്ടിക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് അവർ ചെയ്യുന്നതായിരിക്കും. കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ അപ്ഡേഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ സംഗീതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഭയങ്കര പരിപാടിയൊന്നുമില്ല, നമ്മൾ കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തി വയ്ക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ടിട്ട് ഹൈപ്പും കാര്യങ്ങളൊക്കെ നടിക്കണം കേട്ടോ, അതിനുള്ള മുതലുണ്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ചെറിയ സൗണ്ടിൻ്റെ പരിപാടികൾ ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ആ ചെറിയൊരു ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് അടുത്തൊരു സ്പോട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ തൽക്കാലത്തേക്ക് കുറച്ച് ചെറിയ ലൈറ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും സംഗീതം കൊണ്ടുപോയിട്ട് ഇതിനകത്ത് ബാക്കി സൗണ്ടിൻ്റെ പരിപാടികൾ ചെയ്യണം. അപ്പോൾ അത്യാവശ്യം ലേറ്റാവും ഈ ഒരു വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ രാത്രിയായിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുമെന്ന് തോന്നുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ കുറച്ച് അപ്ഡേറ്റുകൾ ഞാൻ പറഞ്ഞുതരാം.
അതായത് ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ ഇപ്പോൾ നിലവിൽ ചെറുതായിട്ടൊരു യു ആർച്ചാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ഫ്ലോറ്, അതുപോലെ തന്നെ റൂഫ്, പിന്നെ ബെർത്ത് കംപ്ലീറ്റ്, പിന്നെ ബെർത്തിൻ്റെ അടിഭാഗം, അങ്ങനെ ആ ഒരു രീതിക്ക് വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനകത്ത് കാണത്തില്ല, അടുത്തൊരു സീസണൊക്കെ ഓടി തുടങ്ങുമ്പോഴത്തേക്ക് ആ ഒരു അപ്ഡേറ്റിനകത്തേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2017 കാലഘട്ടത്തിൽ ഈ ഒരു വണ്ടി എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു വണ്ടി തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓണർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് സംഗീതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഇരിക്കുന്നതാണ് ഈ ഒരു വണ്ടിക്കകത്ത് കയറാനായിട്ട് പോകുന്ന സബ്. നമ്മൾ നല്ല 2 ചിമിട്ടൻ 2 DD ആണ് ഈ ഒരു വണ്ടിക്കകത്തേക്ക് കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇടിയുള്ള ഒരു സാധനമാണിത്. അപ്പോൾ അത് അഖിൽ ആ 2 DD എടുത്തിട്ട് ഈ ഒരു വണ്ടിക്കകത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ 2 സാധനം കൂടി കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ കയറ്റിയ ഒരു JBLൻ്റെ കുറ്റികളുടെ പവറും എല്ലാം കൂടി ചേർന്നിട്ട് അത്യാവശ്യം ഈ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ഈ ഒരു വണ്ടി സത്യം പറഞ്ഞാൽ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടിയും സാമ്പിളുകളൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഇടിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. സൈസ് നല്ല വ്യത്യാസം ഉണ്ടല്ലേ? ഇത് വലുതാണോ? വെയിറ്റ് കൂടുതല? പെട്ടി താങ്ങൂ? നേരത്തെ നമ്മൾ ഓറ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സെയിം പെട്ടിക്കകത്ത് തന്നെയാണ് ഈ ഒരു DD സെറ്റ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ സൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു പെട്ടി ഇതിനകത്ത് നിന്ന് ഇളക്കാതെ തന്നെ നമുക്ക് അതിനകത്ത് വെച്ച് ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം ആ ഒരു പെട്ടി ഇളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങളും എല്ലാം ഒന്നേന്ന് ആദ്യം തൊട്ട് അഴിക്കേണ്ടി വരും. അപ്പോൾ ഇവർക്കാണെങ്കിൽ പോയിട്ട് അത്യാവശ്യം ഓട്ടങ്ങൾ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും ഡിലേ ആക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് വെച്ച് തന്നെ അത് ഗ്രൈൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ പൊടിയെല്ലാം ബ്ലോവർ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ അകത്ത ഒരു പൊടിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വേണം വിടാനായിട്ട്. അതായാലും മതിയായിരുന്നു. എന്റെ കാതുകൾ എനിക്ക് വിശ്വസിക്കാമോ? ഞാൻ തൊട്ട് കേട്ടെ. എവിടെ അങ്ങനെ നമ്മളുടെ ആദ്യത്തെ DD കയറി. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ DD പ്ലെയിൻ എടുത്ത് കൊടുക്കുകയാണ്. അതെന്താ നേരെ ഈ ഒരു വണ്ടിയുടെ പഞ്ച് ബോക്സിനകത്തേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാ സന്ദീപയുടെ രണ്ടാമത്തെ സബിന് ആ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു സബും കൂടി ഈ ഒരു പെട്ടിക്കകത്തേക്ക് കയറും. പിന്നെ നമുക്ക് ഒരു കവർ വെച്ചിട്ട് ഇത് അടയ്ക്കണം. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ക്യാബിനിൽ ഇതിൻ്റെ ആമ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനത്തെ ആ ഒരു രണ്ടാമത്തെ സബ് നമ്മുടെ പഞ്ച് ബോക്സിലേക്ക് കയറുവാണ്. എൻ്റെ വയറിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് ഈ ഒരു സാധനത്തിന്. അങ്ങനെ ഒരു സബ് കയറി കഴിഞ്ഞ് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ കവറും കൂടി അതിനകത്തോട്ട് സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളുടെ ഈ ഒരു പരിപാടിയും ഇവിടെ കഴിഞ്ഞു. എന്തുവാ
അകത്ത ബാക്ക് സീറ്റിൽ പോയി ഇരിക്കുന്നവന്മാരുടെ കിളിയും കിളിക്കൂടും അടക്കം അത്ര ഇളകി വീഴും അവിടെ. കേട്ടില്ല. ഇവിടെ സുഹൃത്തേട്ടൻ വീണ്ടും കുറച്ച് ട്യൂണിങ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതും കൂടി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ചും കൂടി നമുക്കൊന്ന് പവറായി കിട്ടി ഒരു വണ്ടി. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടികൾ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഏകദേശം നല്ല രീതിയിൽ രാത്രിയായി. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ആക്കേണ്ട ടൈം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെയുണ്ട് മൊത്തത്തിൽ പോയല്ലേ ചെയ് ഹെവി ഹെവി. എങ്ങനെയുണ്ട്? നല്ല പാട്ടാണ്. ഓർമ്മയുണ്ടോ? ഈ പാട്ട് ഓർമ്മയുണ്ടോ? അപ്പോൾ അത്രയായിരുന്നു നമ്മളുടെ സംഗീതയുടെ സൗണ്ട് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അത് അഖിലും ടീമും എല്ലാം അതിനകത്തുനിന്ന് ടൂൾസും കാര്യങ്ങളെല്ലാം എടുത്ത് വെളിയിലേക്ക് ഇറങ്ങുവാണ്. നമ്മളുടെ സൗണ്ടിൻ്റെ തൽക്കാലത്തേക്കുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പരിപാടികൾ ഇനി അടുത്ത സീസണിലേ ഉള്ളൂ. അടുത്ത സീസണിൽ നമ്മൾ കുറച്ചും കൂടി ഗ്രാൻഡ് ആക്കുന്നുണ്ട് ഈ ഒരു വണ്ടി. കുറച്ചും കൂടി ഇടിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് പുതിയൊരു സെറ്റപ്പിലേക്ക് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ടുവരും. പിന്നെ അതാ ഇവിടെ ഫ്രണ്ടിലത്തെ ആ ഒരു URSൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ URSൻ്റെ ഫൈനലോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ നിലവിലത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സംഗീതമുള്ള മറ്റൊരു കിടിലൻ വണ്ടിയുടെ കിടിലൻ അപ്ഡേറ്റോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം.